ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗായ്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു 3D ക്യൂബ് ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട റേഷ്യോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോയ ശേഷം നമ്മളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ ഒറ്റ ഒരു എഫക്റ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു എഫക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു 2 സെക്കൻഡ്സ് ആയിരിക്കും ഉണ്ടാവില്ല. ഇത് നമ്മൾ 2.30 ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടൈം അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 0.12 അതേപോലെ 13. ഓക്കെ, ദെൻ നമ്മൾ 50 ഇതേപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ 1.30 ദെൻ 2. ഓക്കെ, ഇതേപോലെ കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് എഫക്ട്സ് ആഡ് എഫക്ട്സ് 3D അതിൽ ക്യൂബ് ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു എഫക്റ്റ് മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ദെൻ നമുക്ക് നോക്കാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഷെയ്ഡിങ് ഉണ്ടാവും, അത് പോയിൻ്റ് ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടും. ദെൻ നമ്മളിതിലിനി നമ്മൾ സൈസ് സെറ്റ് ചെയ്യണം, സ്കെയിൽ. ഓക്കെ, ആ ഒരു ഫോട്ടോയുടെ സൈസാണ് ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് വന്ന് നമ്മൾ ഫസ്റ്റ് നല്ലോണം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു 3.10 സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീനിൽ ഫില്ലായി വരുന്നുണ്ട്. ദെൻ നമ്മൾ 0.12 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ 0.50 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത ശേഷം നമ്മൾ അതൊന്ന് കുറച്ച് കൊടുക്കുക. ഒരു 1.92 ആ ഒരു വാല്യൂ കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ 1.30 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ ഇതിൽ നിന്നും കുറച്ചും കൂടെ കുറച്ച് കൊടുക്കുക. 1.40. ഓക്കെ, ഇതേപോലെ അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ 2 ഇതേപോലെ ആദ്യം ഒരു കീ ഫ്രെയിം, ദെൻ അതിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 1.91. ഓക്കെ, ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങളത് ചെയ്യുക. ദെൻ ലാസ്റ്റ് ഒരു കീ ഫ്രെയിം, അതിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ കുറച്ച് കൊടുക്കുക. 1.34. ഓക്കെ, ഇതേപോലെ നമ്മൾ ആ ഒരു സ്കെയിൽ ഇത്രയും കീ ഫ്രെയിംസാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രാഫ് ആഡ് ചെയ്യലാണ്. ഗ്രാഫ് വന്ന് നമ്മൾ ഫസ്റ്റത്തെ ഇവിടെ ഈ ഒരു കർവാണ് ആഡ് ചെയ്യേണ്ടത്, മൂന്നാമത്തെ കർവ്. ഓക്കെ, ദെൻ ബാക്കിയുള്ള എല്ലാറ്റിലും 4ാമത്തെ കർവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4ാമത്തെ കർവ് ആഡ് ചെയ്യുക. ദെൻ ഇതേപോലെ ആ ഒരു കർവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ള പ്ലേസിലും കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് മാത്രം ഈ ഒരു കർവ്, ബാക്കി എല്ലായിടത്തും 4ാമത്തെ കർവ്. ഓക്കെ, ശേഷം ഞാൻ ഇതൊന്ന് ഇതിൻ്റെ ഒരു പ്ലേ കാണിച്ചു തരാം. കണ്ടില്ലേ? അത് നിങ്ങൾക്ക് ആ പ്രിവ്യൂ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊന്ന് സംഭവം. ദെൻ നമുക്കത് ഫുൾ ഔട്ട് കിട്ടുമ്പോൾ ബാക്കി കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ നമ്മൾ റൊട്ടേഷനിൽ വരിക. റൊട്ടേഷനിൽ വന്ന ശേഷം നമ്മളിനി 0.12 13 ഇനി നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യുന്നത്. 0.13 നമ്മൾ റൊട്ടേഷനിൽ ഫസ്റ്റ് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ നമ്മൾ 50 അടുത്ത കീ ഫ്രെയിം ആഡ് ചെയ്യുക. 50 വന്ന് നമ്മൾ വൈര വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഒരു 225 നമ്മൾ സെറ്റ് ചെയ്യുക. അതിൻ്റെ റൊട്ടേഷൻ 225. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ 1.30 വരിക. അവിടെയും നമ്മൾ വൈര വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. വൈര വാല്യൂ നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 132 132. ഓക്കെ, ഇതേപോലെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ 2 വരിക. 2 നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കീ ഫ്രെയിം ആഡ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ ഒന്ന് -9 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ -9 കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ വേറെ റൊട്ടേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. വൈര വാല്യൂ നമ്മൾ 3 ആണ് കൊടുക്കുന്നത്. ഓക്കെ, വൈര വാല്യൂ നമ്മൾ 3 കൊടുക്കുന്നു. ഇനി ലാസ്റ്റത്തിൽ വരിക, കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇതിൽ വന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ -15 കൊടുക്കുക. ഇനി വൈയുടെ വാല്യൂ ഒന്ന് 94 ഇൻക്രീസ് ചെയ്യുക.
ഓക്കെ 94 കറക്റ്റ്. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ എൻഡ് ലൈൻ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് ഇതേപോലെ 4ാമത്തെ കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഫസ്റ്റിലെ ആ ഒരു 2 കീ ഫ്രെയിമിലെ കർവ് വന്ന് ഈ ഒരു കർവ് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ഈ ഒരു കർവ്, ബാക്കിയുള്ളിടത്തെല്ലാം 4ാമത്തെ കർവ്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു രീതിക്കായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിൽ ഒന്നും കൂടി ചേഞ്ച് ചെയ്യാണ്ട്, മീൻസ് ഒരു ഓപ്ഷനും കൂടെ സെറ്റ് ചെയ്യാണ്ട് ഓറിയൻറ്റേഷനിൽ നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ടത് 0.13 തൊട്ടാണ് ആഡ് ചെയ്യാൻ തുടങ്ങുന്നത്. 0.13 ആദ്യത്തെ കീ ഫ്രെയിം, ദെൻ ഇതേപോലെ 50 ഒരു കീ ഫ്രെയിം. 50 വന്ന് ആൽഫയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ആൽഫയുടെ വാല്യൂ ഒന്ന് -80. ഓക്കെ, -18 ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഒരു വാല്യൂ നിങ്ങൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ദെൻ നമ്മൾ 1.30 വരിക. 1.30 വന്ന് കുറച്ച് കൊടുക്കാം, -15 ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ. ദെൻ നമ്മൾ ബീറ്റയുടെ വാല്യൂ ഇതിൽ ചേഞ്ച് ചെയ്യണം. ബീറ്റയുടെ വാല്യൂ ഒന്ന് -32. ഓക്കെ, -32. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ 1.30 സെറ്റ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ 2 വരിക. 2 വന്നിട്ട് നമ്മൾ ബീറ്റയുടെ വാല്യൂ ഒന്ന് -54 സെറ്റ് ചെയ്യുക. -54. ആൽഫയുടെ വാല്യൂ ഒന്ന് -13 സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ഏറ്റവും എൻഡിലായി വരിക. എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ആൽഫയുടെ വാല്യൂ -40 സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് -40. ബീറ്റയുടെ വാല്യൂ ആ ഒരു റേഞ്ചിൽ തന്നെ സെറ്റ് ചെയ്യുക. 39, 40 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു കീ ഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്യാം. ഇവിടെയും നമ്മൾ നേരത്തെ സെയിം കർവ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് മാത്രം ഈ ഒരു കർവ്, ദെൻ ബാക്കിയിലെല്ലായിടത്തും നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു 4th കർവാണ് സെറ്റ് ചെയ്യേണ്ടത്. ആ ഒരു കർവ് ആഡ് ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് മാത്രം ആ ഒരു കർവ്, ദെൻ ബാക്കി എല്ലായിടത്തും 4ാമത്തെ കർവ്. ഓക്കെ, അപ്പോൾ അതും കൂടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ ഒരു ട്രാൻസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇവിടെ ബോർഡർ ആൻഡ് ഷാഡോയിൽ പോയി സ്ട്രോക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്ട്രോക്ക് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ വാല്യൂ ലേശം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് കിട്ടും. ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫിൽ സ്ക്രീൻ കൊടുത്തിട്ട് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുമ്പോൾ നമുക്കിതാ. ഓക്കെ, അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പം ക്രിയേറ്റേഴ്സ്, അതായത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർ ബാക്ക്ഗ്രൗണ്ടിലൊരു വീഡിയോ പ്ലേ ആകുമ്പോഴായിരിക്കും ഈ ഒരു ട്രാൻസിഷൻ കൊടുക്കുന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.